ആളുണ്ടെങ്കിൽ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുമ്പോൾ അറിവുള്ളതായിരിക്കണമല്ലോ. അറിവാണല്ലോ ആത്മാർത്ഥത. അത് ഒരു വലിയൊരു സംഭവമാണ്. കാരണം ആത്മാർത്ഥമായ അറിവ് അതാണ്. അതായത് അറിവിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് നമ്മൾ സ്നേഹിക്കണം. ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും. ഇങ്ങനെ നമ്മുടെ കാരണന്മാരെല്ലാം ജീവിക്കുന്നതിന് പിന്നിൽ നല്ല ഭരണാധികാരികളാണ്. ഈ പെൻഷൻ സമ്പ്രദായമൊക്കെയാണ്. അല്ലെങ്കിൽ അമ്പലപ്പടിക്കലും പള്ളിപ്പടിക്കലും ഉപേക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്താണ് ഇതുപോലത്തെ ഒരു ഇത് വന്നത്. അതിന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കും നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഓരോ അമ്മമാരും ആനന്ദം അനുഭവിക്കുന്നുണ്ട്, ഓരോ അച്ഛന്മാരും ആനന്ദം അനുഭവിക്കുന്നുണ്ട്, നല്ല കെയറിങ് കിട്ടുന്നുണ്ട്, നല്ല ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. അതെല്ലാം മക്കൾ ഈ കാരണന്മാർക്ക് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താവ് അറിവുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഗുണമാണ്. അതെ, പ്രജകൾ ഒരു ക്ഷാമവുമില്ലാതെ ക്ഷേമപ്പെടും. തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല ആരോഗ്യത്തോടു കൂടിയിട്ട് നമ്മുടെ രക്ഷിതാക്കളിരിക്കും. അവർക്ക് ഓരോ മാസവും സന്തോഷമാണ്. ഓരോ മാസവും വളരെ ആക്റ്റീവായിട്ടാണ് ഇപ്പോൾ നമ്മൾ അത് അനുഭവിക്കുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയാണ്, അത് വലിയ ആരോഗ്യത്തെ തന്നെയാണ് സമ്മാനിക്കുന്നത് നാട്ടിൽ. പക്ഷേ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ആ തൊഴിൽ എവിടെ ചെയ്യുന്നു എന്നുള്ളതൊരു വലിയ വിഷയമാണ്. അവിടെ ഈ പ്രത്യുൽപാദനമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കും. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പുല്ല് വെട്ടി നശിപ്പിക്കലല്ല പരിസ്ഥിതി എന്നുള്ളത്, പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത്, അത് ഒരു വലിയ വിഷയമാണ്.